ഹലോ ഫ്രണ്ട്സ്, ന്യൂസ്മാറ്റിക്സ് ആൻഡ് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 5 രൂപ കോമറേറ്റീവ് ഇഷ്യൂ ആയി 2006 പുറത്തിറങ്ങിയ ശ്രീനാരായണ ഗുരുയുടെ കോമറേറ്റീവ് കോയിൻ്റെ വാല്യൂ മറ്റ് ഡീറ്റെയിൽസുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഈ കോയിൻ്റെ മുൻവശവും പിൻവശവും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കോയിൻ്റെ മുൻവശം. മുൻവശത്തായി തന്നെ അശോകസ്തംഭവും സത്യമേവ ജയതയും നമുക്ക് കാണാം. പിന്നീട് അതിൻ്റെ താഴെയാണ് വാല്യൂ 5 രൂപ. അതിൻ്റെ 5 ഇവിടെ നമുക്ക് കാണാം. പിന്നെ സൈഡിൽ മേളിലായി ഭാരത് എന്നും താഴെ റുപ്പിയ എന്നും ഹിന്ദി ലെറ്ററിങ്ങിലും പിന്നെ ഇന്ത്യ എന്നും റുപ്പീസ് എന്നും വലത് സൈഡിലായി ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഡോട്ട് കവറിങ് വരുന്നുണ്ട്. ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നാണയത്തിൻ്റെ. പിന്നെ സെക്യൂരിറ്റി എഡ്ജാണ് ഈ നാണയത്തിന് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ നാണയത്തിൻ്റെ മുൻവശം ഡീറ്റെയിൽസ്. അടുത്തായി പിൻവശം നോക്കുമ്പോൾ ഇതാണ് നാണയത്തിൻ്റെ പിൻവശം. പിൻവശത്തായി തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജഗത് ഗുരു ശ്രീനാരായണ ഗുരു ദേവ് എന്ന് ഇംഗ്ലീഷിലും അത് ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇത് മുംബൈ മിൻറ്റിൽ മാത്രമാണ് ഇറക്കപ്പെട്ടത്. 2006 ഇറക്കപ്പെട്ടത്. പക്ഷേ ഈ നാണയത്തിൽ നമ്മൾ പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഇവിടെ ഇത് ഇറക്കപ്പെട്ട വർഷം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ന്യൂസ്മാറ്റിക് പരമായ പുസ്തകങ്ങളിലും മറ്റുമാണ് ഇതിൻ്റെ യഥാർത്ഥ ഇറക്കപ്പെട്ട വർഷം കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് ഈ നാണയത്തിൻ്റെ മുൻവശം പിൻവശം ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അടുത്തതായി നമുക്ക് ഈ നാണയത്തിൻ്റെ വാല്യൂവും മറ്റു കാര്യങ്ങളും പരിശോധിക്കാം. അപ്പോൾ 5 രൂപ കോമറേറ്റീവ് ഇഷ്യൂ ആയി 2006 മുംബൈ മിൻറ്റിൽ ഇറക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയ്ക്കും 30 രൂപയ്ക്കും ഇടയിലാണ്. 30 രൂപ എന്ന് പറയുന്നത് ടൈറ്റായിട്ട് വരുന്നത് ഒരു അൺസർക്കുലേറ്റഡ് നാണയത്തിന് മാത്രമാണ്. അല്ലാതെ ഒരു സർക്കുലേറ്റഡ് ആയിട്ടുള്ള നാണയത്തിന് 10 രൂപ മുതൽ 25 രൂപ വരെ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ന്യൂസ്മാറ്റിക് പരമായി കാര്യങ്ങളോട് താല്പര്യമുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ കണ്ടില്ല, ഇതാദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.